കൊച്ചു കിച്ചു പട്ടി പട്ടി അത് തന്നെ പകല് കിടന്നുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങണം. ഇവിടെ അമ്മേരെ വീട്ടിൽ വരണത് നീ ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. എനിക്കറിയാം. എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന പട്ടി എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചെടിയെല്ലാം ചെടിയുടെ പുറത്തെല്ലാം കയറി കിടക്കണം. എടുത്തോണ്ട് പോവില്ല. എണീരുണ്ണേ. ഹലോ. ഞാൻ പിണങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് അമ്മയുടെ വീട്ടിൽ ഇന്നാണ് ചോറ് കഴിക്കാൻ വരുന്നത്. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസം ഞാൻ വെച്ചിട്ട് പിന്നെ എനിക്ക് മടുക്കുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അമ്മയുടെ മുമ്പിൽ സറണ്ടർ ആവും. ചോറ് കഴിക്കാൻ വരും. വീണ്ടും ഞാനും അമ്മയും തമ്മിൽ പിണങ്ങും. വീണ്ടും ഞാൻ വെക്കും, വീണ്ടും വരും. ഉറങ്ങണത്. എണീരുവണ്ണേ, എണീരുവണ്ണേ, എണീക്കാൻ. എണീര്, 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 എണീക്കാൻ. എന്നിട്ട് പകലുറക്കാം. നിനക്കൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഞാൻ മഴയെത്തും പോയി അവിടെ കടയിലിരുന്ന് എനിക്ക് എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്താ ഒരു ഹായ് പറ. ഹായ്. അടുത്തൊരാൾ കിടന്നുറങ്ങണണ്ട. അമ്മ കിടന്നുറങ്ങ. ഞാൻ വന്നതും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ഹലോ. എവിടെ അറിയേ. സുഖമായിട്ട് കിടന്നുറങ്ങണം. ടി വി ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അമ്മയുടെ തൊഴിൽ. ടി വി ഇടും, എന്നിട്ട് കണ്ട് ഇവിടെ കിടന്ന് അങ്ങ് ഉറങ്ങും. ഞാൻ ഇനി എന്തെങ്കിലും ഉള്ളതിനെ കഴിച്ചുകൊണ്ട് പോകണം. എന്തൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നതെന്ന് നോക്കാമേ. എന്താണ്? ചോറുണ്ട്. പിന്നെ ഇതെന്തോന്നു, ചമ്മന്തി, ഹായ് ചക്ക, അവിയൽ, സാമ്പാർ, പിന്നെ മീനെവിടെ? മീൻ, നൊത്തോലി മീൻ, തോരൻ, പിന്നെ മീൻ കറി വെച്ചത്. എന്തോന്ന് കറി വെച്ചത്? നൊത്തോലി കറി വെച്ചത്. ഇത്രയുമാണ് ഇന്നിവിടുത്തെ ഫുഡ്. അപ്പം ഞാനൊന്ന് കോരിയെടുക്കട്ടെ. ഞാൻ ചോറെടുക്കട്ടെ. സ്പൂണവിടെ. ഈ പട്ടിയുടെ വായിൽ എന്തെങ്കിലും കുത്തിക്കയറ്റി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പട്ടിക്ക് ഭയങ്കര കുഴപ്പം തന്നെ. മിണ്ടാതാടാ പട്ടി, മിണ്ടാതാടാ പട്ടി. കുറച്ച് ചോറെടുത്ത്, ഇത്രയും ചോറ് മതി. കുറച്ച് ചോറ്, ചക്ക ഉള്ളത് കൊണ്ട് കുറച്ച് ചോറ് മതി. ചക്ക എടുത്തു. നീ കഴിച്ചു? കഴിച്ചില്ലേ? കഴിക്കാതെ കിടന്നേ. ചക്ക എടുത്തു. എടുത്ത് വൈ അതിന്. മിണ്ടാതെ. എനിക്ക് വേറൊന്നും വേണ്ട. വേറെ കറിയോ വേറൊന്നും വേണ്ട. നൊത്തോലി തോരൻ. അമ്മ കഴിച്ചാ? ഇല്ല, ആരും കഴിച്ചില്ല. അടുത്ത് നൊത്തോലി കറി. നല്ല നൊത്തോലി കറി. എനിക്ക് ഭയങ്കര ഇഷ്ടം നൊത്തോലി. ഇവക്ക് നൊത്തോലിയും ചാളയും ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ നൊത്തോലി, ചാള ഇതൊക്കെയാണ് കേട്ടാ എനിക്കിഷ്ടം. അങ്ങോട്ട് അവിടെ വേറെ എല്ലാവർക്കും വേണം. ഞാൻ കഴിച്ചിട്ട് മതി ബാക്കിയെല്ലാം. നീ തിന്നൂലല്ല? എനിക്ക് വേണ്ട. പിന്നെ നീ വേണ്ടാതി. എന്തെടുത്ത് വെച്ചത്? നീ തിന്നണ്ട. നിനക്കൊന്ന് എപ്പോഴും ചൂരയെ പോവുള്ളൂ. ചൂര പോണ ആള്. വേണ്ട. ഞാൻ ചോറ് കഴിക്കാൻ വരുമ്പോ നിൽക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതാ കണ്ട. ഇതെല്ലാം ഇങ്ങനെ. ഇതിന് കുറവുണ്ടായിരുന്നു. ഇന്നും വന്നാ ജെന്നി.
ജന്നിയോട് തരും ഇനി അടുത്ത് ഞാൻ കഴിക്കുന്നത് കാണിച്ചു. ഇതെവിടെ നേരത്തൊക്കെ എനിക്കറിഞ്ഞൂടാ. ഏത്തയ്ക്ക ഞാൻ പോകുമ്പോ 2-3 എടുത്തോണ്ട് അവിടെ ഇട്ടില്ല അതാക്കാൻ. ഞാൻ കഴിക്കും. അപ്പോ പോ ഞാൻ കഴിക്കും. അമ്മയോട് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകും. അപ്പൊ അങ്ങനെ ചോറ് ചക്ക ഇങ്ങനെ കുഴച്ച് 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 കഴിച്ച് നല്ല ടേസ്റ്റ്. അല്ലെങ്കിലും മൊത്തം മീനും ചക്കയും അത് മരിച്ചീനി ആയാലും കുഴപ്പമില്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനും വേണം. എന്ത് ഭയങ്കര ടേസ്റ്റ്. തരൂല തരൂല നിനക്ക് തരൂല നിനക്ക് തരൂല. സൂം ചെയ്തു തരൂല. അപ്പൊ ഇനി ചോറ് കഴിച്ചതിന് ശേഷം കാണാൻ കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ട്. ചക്കക്കുരു ചോറ് കഴിച്ചിട്ട് കിടക്കണോണ്ട് വന്ന് നിൽക്കുന്നത്. ഇനി ഉയരെ ചാടി കയറി അവളെടുത്ത് കിടക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. വേണ്ട എന്ത് പൂച്ചയ്ക്ക് ഒന്നും അമ്മ വെച്ച് കൊടുത്തില്ലേ? അതുകൊണ്ട് ചാടി കയറി. ചുമ്മാ ഇല്ല കിടന്നുണ്ട് അരിച്ചു ഉറക്കിക്കൊണ്ട് തിരിയുന്നു. 3 എണ്ണവും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടെണ്ണവും കട്ടിലിൻ്റെ അടിയിലിരുന്നിരിക്കുന്നു. അതുണ്ട് ഒരെണ്ണതാ പോയി. ഇത് നിറയെ ഈ വീട് നിറയെ പൂച്ചയും പട്ടിയും. അത് തന്നെ ഉണ്ട്. മൊബൈൽ കാണിച്ചു കൊടുക്കുന്നത് കണ്ടോ? അത് കണ്ടോണ്ടിരിക്കുന്നു. നോക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ടി വി ആണ്. അയ്യോ മതിയായി. നിങ്ങൾ കഴിച്ചില്ലേ? ആ പൂച്ചയ്ക്ക് വെച്ചു കൊടുത്താ എന്തെങ്കിലും? കിച്ചു കഴിച്ചാ? എത്ര മണിയായെന്നറിയാമോ? ആ വാഴയ്ക്ക എവിടുന്ന് വേണോ അത്രയും നിങ്ങൾക്ക്? ഇനി അവക്ക് വേണോ എന്തോ? ഓ പിന്നെ ഞാൻ എടുത്തോണ്ട് പോണേ 2-3 എണ്ണം. ഇവിടെ മിണ്ടാനൊരു ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക്. പിന്നെ കുഴപ്പമില്ല, എനിക്കെന്തോ കുഴപ്പം. അങ്ങനെ കുറച്ച് വാഴയ്ക്ക എടുത്തോണ്ട് പോവാം. 5 എണ്ണം എടുത്തേ. അങ്ങനെ 5 വാഴയ്ക്ക എടുത്തു. കിച്ചു ഞാൻ പോട്ടാ. നമ്മളെ വീട്ടിലൊരു പട്ടിയെ കൊണ്ടിട്ടേക്കിന് കേട്ടാ. അത് ഭയങ്കര ശല്യം. ചെടിയുടെ പുറത്തൊക്കെ കയറി കിടന്ന് അതിനെയൊക്കെ ഓടിച്ച്. ആ പട്ടി എന്ത് ചെയ്യണ കിച്ചു? അതിന് പെറ്റ് ഷോപ്പിൽ എവിടെയെങ്കിലും എടുത്തോണ്ട് പോട്. അവൻ വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പെറ്റ് ഷോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോടേ. അത്രയേ ഉള്ളൂ. കിച്ചു ചോറ് കഴിക്കാതെ കയറി കിടക്കണേ. എത്ര മണിയായെന്നറിയാമോ? മണി 2:30 ആവുമ്പോണ്. എണീറ്റ് ചോറ് കഴിയും. എണീറ്റ് ചോറ് കഴിയണ്ടേ?
കഴിക്കാതിരിക്കുകയോ ചെയ്യും. അവരും കയറി കിടക്കും. കാര്യം കാണിച്ചു തരാമേ. ഇതെൻ്റെ അനിയൻ്റെ കല്യാണത്തിന് എടുത്തതാണ്. ഇതെൻ്റെ അനിയൻ്റെ ഭാര്യ, ഇത് ഞാൻ, ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് അനിയത്തി. ഇത്രയും പേരാണ്. പിന്നെ വേറൊരാളെ കൂടെ വേറെ 2 പേരെ കൂടെ കാണിച്ചു തരാമേ. ഇത് എൻ്റെ അപ്പൂപ്പൻ, ഇതെൻ്റെ അമ്മച്ചി, ഇതെൻ്റെ എല്ലാമായ അപ്പൂപ്പനാണ്. അച്ഛൻ്റെ അമ്മ. അങ്ങനെ 2 പേരും മരിച്ചു കേട്ടാ. അപ്പൂപ്പ ആദ്യം മരിച്ച്. മരിക്കുന്നത് കിച്ചുവിന് 1 വയസ്സ് 1.5 വയസ്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നപ്പോഴാണ് അപ്പൂപ്പ മരിക്കുന്നത്. അമ്മച്ചി മരിച്ചത് കിച്ചുവിന് ഇപ്പോൾ 21 വയസ്സ്, കിച്ചുവിന് 17 വയസ്സ് എന്തോണ്ടപ്പോഴാണ് അമ്മച്ചി മരിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസാണ് ചെയ്ത്. അങ്ങനെയൊക്കെയാണ്. അത് മണ്ണടിച്ച് അത് ഇളം ഓപ്പാണ്. തുണി കഴുകിയിട്ടിരുന്ന് മഴ പെയ്തത് അമ്മ അറിഞ്ഞില്ല. തുണിയെല്ലാം നനഞ്ഞു. ഏത് പച്ച തുണി അവളെ? നല്ല ചൂടായിരുന്നു. അപ്പോഴേ അറിഞ്ഞൂടെ മഴ പെയ്യുമെന്ന്. ഇപ്പോഴൊന്നും മഴ തോരൂല. ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും മഴ. അമ്മ ഉറങ്ങിക്കിടന്നേ. അപ്പോഴാണെങ്കിൽ മഴ പെയ്ത്. അപ്പം അമ്മ എണീറ്റ് തുണികളെല്ലാം പറക്കിയിട്ടുകൊണ്ട് നിൽക്കുന്നു. നനഞ്ഞു. നല്ലവണ്ണം ഉണങ്ങിക്കിടന്ന തുണി എല്ലാം നനഞ്ഞു. മഴ നന്നായിട്ട് നനയും. ഇനി ജലദോഷവും വന്ന് കുരച്ച് കിടക്കാം. അതിനാണ് അടുത്ത് നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരവിടെ പറഞ്ഞാൽ കേൾക്കില്ല. അവർ ഇനി ജലദോഷവും വന്ന് കുരച്ച് കിടക്കണത് വരെ അവിടെ കിടക്കും. ചുമച്ച് പിന്നെ അതിൻ്റെ ചുമച്ച് അയ്യോ അവസാനം നടന്നു പോകാൻ പറ്റൂല എന്നാവുമ്പോഴത്തേക്ക് ആശുപത്രിയിൽ വരും. ഇതാണ് അവരെ. കിച്ചു അമ്മ പോണ 5 വാഴക്കയും കൊണ്ട് ഞാനിതാ ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.